പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും ഷാലോം പ്രേക്ഷകരുടെ പേരിൽ സ്വാഗതം. സാറേ, നമ്മൾ കഴിഞ്ഞ തവണ മാതാവും മരിയഭക്തിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മളുടെ ആ ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്, അപ്പോൾ നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാകുമെന്ന്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒത്തിരി സ്ഥലങ്ങളിൽ സാറ് കണ്ടിട്ടുണ്ടാവും, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള അത്തരം സ്ഥലങ്ങളിൽ സാറ് അനുഭവിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? മാതാവിന് ഇഷ്ടപ്പെട്ട തീർത്ഥയാത്ര ആയിരുന്നു എന്നുള്ളതിന് പല അടയാളങ്ങളും പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഈ മക്കളൊക്കെ കെട്ടിച്ചൊക്കെ അയക്കുന്നതിന് മുമ്പുള്ളൊരു പ്രത്യേക ഒരു ജീവിത രീതിയായിരുന്നു. എല്ലാ വർഷവും ഒരു തീർത്ഥയാത്ര ഉണ്ടാവും, എല്ലാ വർഷവും ഒരു ധ്യാനം ഉണ്ടാവും, കുടുംബം ഒരുമിച്ച് ധ്യാനം ഉണ്ടാവും, എല്ലാ വർഷവും ഒരു ഉല്ലാസയാത്ര ഉണ്ടാവും. അല്ലെങ്കിൽ മരിയൻ തീർത്ഥാടനമായിട്ട് നടത്തിയിരുന്നത് പ്രധാനമായിട്ടും വേളാങ്കണ്ണിയിലായിരുന്നു. വേളാങ്കണ്ണിയിൽ ജീവിതത്തിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷങ്ങളും പോയിട്ടുണ്ട്. അവിടെ പോയിരുന്ന ധാരാളം ജപമാല ഒരുമിച്ചിരുന്ന് ചൊല്ലിയിട്ടുമുണ്ട്. വലിയൊരു ആത്മീയ ഒരു അനുഭവത്തിൻ്റെ ഒരു അവസരങ്ങൾ കൂടിയാണ്. ഒരു പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോയെന്ന് വെച്ചാൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിയോഗങ്ങളൊന്നുമില്ലാതെ ഈ നിയോഗങ്ങളിൽ ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ വ്യക്തിപരമായിട്ട് കൂടുതൽ ഒരു പ്രാർത്ഥനാനുഭവം എനിക്കുണ്ടായിട്ടുള്ളത്. മാതാവിൻ്റെ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളൊന്നും ഞാൻ മറക്കുന്നില്ല. പല സ്ഥലങ്ങളിലും സന്ദർശിച്ച ഇപ്പോൾ ലൂർദ്, ഫാത്തിമ, മജ്ഗോറി തുടങ്ങി പുറത്തുള്ള ഈ 3 സ്ഥലങ്ങളും, ഇന്ത്യക്കകത്ത് മാതാവിൻ്റെ പ്രത്യേക സ്ഥലങ്ങളും, കേരളത്തിലെ മിക്കവാറും മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. മാതാവിൻ്റെ പ്രത്യേകമായ പ്രത്യക്ഷം ഉണ്ടായിട്ടുള്ള കഞ്ചിക്കോട്ട് ശുശ്രൂഷയുടെ ഭാഗം കൂടിയാണ് ഞാൻ. ശുശ്രൂഷ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്, ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഈ മാതാവിൻ്റെ പ്രത്യേകമായിട്ടൊരു സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളാണ് എന്നുള്ളതുകൊണ്ടും ആ തിരിച്ചറിവോടുകൂടി അവിടെ നിന്നിട്ട് ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു സന്തോഷവും ഒരു നിർവൃതിയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ നിർവൃതി മറ്റെല്ലാ സ്ഥലങ്ങളിലും അത്രയും തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി അത്രയും വലിയൊരു നിർവൃതി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഈ തീർത്ഥാടനങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം അത് പ്രത്യേകമായി അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ച് സഭ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ആഗ്രഹം സഭ തിരിച്ചറിഞ്ഞ സഭ അംഗീകരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണത്. അപ്പോൾ അതിനുള്ള സ്ഥലങ്ങളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതികമായിട്ടുള്ള മേഖലകളിലെ ചില പ്രത്യേക തിരിച്ചറിവുകളും എനിക്ക് ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. പങ്കുവയ്ക്കാനാണെങ്കിൽ ധാരാളം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അതിനകത്ത്. അതുപോലെ പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടേറെ തിരിച്ചറിവുകൾ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പം പലരും പറയാറുള്ളതാണ്, എത്രയോ തീർത്ഥാടനം നടത്തി, എത്രയോ കൊന്ത ഞാൻ ചൊല്ലി, എത്രയോ ധ്യാനം ഞാൻ കൂടി, എന്നിട്ടും എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ധ്യാനം കൂടുന്നതും ജപമാല ചൊല്ലുന്നതും തീർത്ഥാടനം നടത്തുന്നതും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ? എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം, ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഭഗ്നാശരാകാതെ, അതായത് നമ്മുടെ ആശ വെടിയാതെ, പ്രതീക്ഷ വെടിയാതെ, ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞേക്കണം. പക്ഷേ കർത്താവ് പറഞ്ഞ് സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം, എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം നമ്മളെപ്പോഴും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നിയോഗങ്ങളായി വെച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴാണ്, കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും പലതും സാധിക്കാതെ പോകുന്നത്.
എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം, കിട്ടിയ കാര്യങ്ങൾ എനിക്ക് യാതൊരു അർഹതയില്ലാത്തതായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചതെന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പൂർണ്ണ തുറവിയോടുകൂടി അന്ന് ഇരുന്നാൽ തന്നെ മതി. ബാക്കി നിയോഗങ്ങൾ ആത്മാവ് മുഖേന ദൈവം വിവേചിച്ച് അറിഞ്ഞോളും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നിട്ട് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇനിയും വേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവമേ അത് സാധിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കണം. അല്ലാതെ ഇത് കിട്ടിയാലേ ദൈവത്തിന് എന്നോട് ഇഷ്ടമുള്ളൂ എന്നുള്ളൊരു വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അതിനകത്ത്. ഞാനൊരു കൊച്ചനുഭവം ഒരിക്കലും ഒരു പ്രസംഗത്തിൽ കേട്ടതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു കൊച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്കൂളിൽ ടൂർ പോകാൻ പോകണം. അപ്പം മഴക്കാലമാണ്. അപ്പം മഴ വരില്ലെന്ന് പറഞ്ഞാൽ കൊച്ച് ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിക്കണം. മഴ വന്നാൽ ടൂർ മുടങ്ങിപ്പോവും. പിന്നെ അങ്ങനെ കൊച്ച് 7 ദിവസം പ്രാർത്ഥിച്ചു. പക്ഷേ ടൂർ പോകേണ്ട ദിവസം മഴ ചെയ്തു, ടൂർ മുടങ്ങിപ്പോയി. അപ്പോൾ ഈ അച്ഛൻ ഈ കൊച്ചിനെ 8ാം ദിവസം മുഖത്ത് നോക്കാനൊരു മടി. കാരണം ഇത്രയും താല്പര്യത്തോടെ കൊച്ച് 7 ദിവസം പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഈശോ ആ പ്രാർത്ഥന കേട്ടില്ല. ഞാൻ കൊച്ചിൻ്റെ മുഖത്ത് അങ്ങനെ നോക്കുന്നു. പക്ഷെ കൊച്ച് വളരെ സന്തോഷത്തോടെ പിന്നെ ദിവസം പിന്നെയും തുറന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് 8ാം ദിവസം. അപ്പോൾ അച്ഛൻ കൊച്ചിനോട് ചോദിച്ചു, മോനെ ഒരു വിഷമം ഉണ്ടായിരുന്നു? അച്ഛൻ എനിക്കെന്താ വിഷമം? ഈശോയുടെ ഇഷ്ടം അന്ന് മഴ വേണമെന്നുള്ളതായിരുന്നു. എൻ്റെ ഇഷ്ടം മഴ വേണ്ട ടൂർ പോകണം. പക്ഷേ ഈശോയുടെ ഇഷ്ടം അന്ന് മഴയാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. ആ ഇഷ്ടത്തോടെ എൻ്റെ ഇഷ്ടത്തെ എനിക്ക് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്താ അർത്ഥമല്ല? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു കൊച്ചു പറഞ്ഞതാണ്. എത്രയോ ആഴത്തിലുള്ള ചിന്തകളായിരുന്നു. സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ ഇഷ്ടം നടക്കാത്തവരെ ഞാൻ പരിഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രാർത്ഥനയാവുന്നത്? അപ്പോൾ എൻ്റെ ഇഷ്ടം എനിക്ക് പറയാം, എന്നിട്ട് നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണം, യാചിക്കണം. പ്രാർത്ഥിക്കുന്നത് എന്താ? പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെ, ദൈവമേ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, കൃപകൾ, എന്നെ വഴി നടത്തിയതും എന്നെ തിരിച്ചു കൊണ്ടുവന്നതും തിരിച്ച് നടത്തിയതും വഴി തിരിച്ചു വിട്ടതും എനിക്ക് നൽകിയ ഞാൻ അർഹിക്കാത്തതായ എത്രയോ നന്മകൾ എൻ്റെ വ്യക്തിപരമായ ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നൊന്നും യാതൊരു അർഹത എനിക്കില്ലാത്ത ആളാണ്. ഒരു പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ വഴി നടത്തി. അപ്പം എനിക്കുള്ള ദൈവത്തോടുള്ള ഒരു മറുവാഗ്ദാനം ഇത് മാത്രമല്ല, ദൈവം നീ നടത്തുന്ന വഴികളിൽ നിനക്ക് നാണക്കേടുണ്ടാവാതെ ഞാൻ പരിശ്രമിച്ചോളാം. ഐ വിൽ നോട്ട് ഡിസ്ക്വാളിഫൈ മൈസെൽഫ് ഫോർ എനി പ്ലേസ് വെർ യു കോൾ മീ. നീ എന്നെ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ അയോഗ്യനാവാതെയും നിന്നെ നാണം കെടുത്താതെയും ഞാൻ പരിശ്രമിച്ചോളാം. ആ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ആത്മീയമായിട്ടുള്ള പരിശ്രമമാണ് ഞാൻ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ള ഒരുക്കങ്ങളെക്കാൾ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള ജ്ഞാനം നിറയാനായിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. അപ്പം അപ്രകാരം ഉള്ളൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് യാചന. എനിക്കത് വേണം, ഈ പരീക്ഷ പാസ്സാവണം, ആ ജോലി കിട്ടണം, ഇവിടെ പോകണം, അത് പോകണം. പക്ഷേ അത് നിൻ്റെ ഇഷ്ടം ഇതിനകത്ത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. എനിക്ക് യാചിക്കാൻ അറിയാവുള്ളൂ, ഞാൻ യാചിക്കുന്നു. ഇനി ഇതിനകത്ത് നിൻ്റെ തിരുമനസ്സ് നിറവേറട്ടെ എന്ന് പറഞ്ഞ് താഴ്മയോടെ തുറവിയോടെ വിട്ടുകൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന വലിയൊരു അനുഭവമായിട്ട് മാറും, വലിയൊരു സന്തോഷമായിട്ട് മാറും. കാരണം കിട്ടിയാൽ അത് ദൈവം അതിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അർത്ഥം. അല്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലോ ദൈവം അത് എൻ്റെ നന്മയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. കാരണം എനിക്കിഷ്ടമില്ലാത്ത ഒന്ന് എൻ്റെ അപ്പൻ എനിക്ക് തരില്ല. എനിക്ക് നന്മയ്ക്ക് ഉപകരിക്കാത്ത ഒരു സാധനം അപ്പൻ എനിക്ക് തരില്ല. ഞാൻ ചോദിക്കുന്നത് എനിക്ക് തീയാണ്. കാരണം ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീയിൽ പോയി കൈ തൊടുക എന്നുള്ളത് ഭയങ്കര ആകർഷണമാണ്. പക്ഷേ അപ്പനറിയാം തീ തൊട്ടാൽ കൈ പൊള്ളുമെന്നുള്ളത്. അതുകൊണ്ട് അപ്പൻ ആ തീയുടെ അടുത്തേക്ക് ആ മോനെ വിടില്ല. എനിക്ക് ആ തീ വേണം കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അപ്പനറിയാം തീ പൊള്ളുമെന്നുള്ളത്. അതുപോലെ നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യത്തിനും അത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ ഒന്ന്, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കുമായിട്ട് ഉപകരിക്കുമോ എന്നുള്ളത് ദൈവത്തിനേ അറിയാവുള്ളൂ. അതുകൊണ്ടാണ് ദൈവമേ അങ്ങയുടെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കും ഞാൻ ഈ യാചിക്കുന്ന കാര്യങ്ങൾ ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെ നന്മകൾ ഏറ്റുപറഞ്ഞ് നന്ദിയോടുകൂടി ദൈവമുമ്പാകെ നിൽക്കുന്നതാണ്. യാചന എന്നുള്ളത് ദൈവമേ എൻ്റെ ആഗ്രഹത്തിൽ നിൻ്റെ ഇഷ്ടം നിറവേറാൻ പാകത്തിന് ഈ യാചനകൾ ദൈവമുമ്പാകെ സമർപ്പിക്കലാണ്. അപ്രകാരം സമർപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കൈയാണ് മാതാവിൻ്റെ കൈ, ഞാൻ തിരിച്ചറിഞ്ഞ കൈ. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ മാതാവിൻ്റെ സ്ഥലങ്ങളിൽ പോകുമ്പോഴും മാതാവിനോടുള്ള ഭക്തിയിലും ഈ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഇപ്രകാരം, കാരണം നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് മാതാവ്. എൻ്റെ മുമ്പിലുള്ള ജീവിക്കുന്ന ആദ്യത്തെ
സക്രാരിയായിട്ടുള്ള ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള മാതാവ് അതാണ്. എൻ്റെ ഇഷ്ടം കന്യകയായിരിക്കണം എന്നുള്ളതായിരുന്നു. നിൻ്റെ ഇഷ്ടം ഞാൻ അമ്മയാവണം എന്നുള്ളതാണ്. നിൻ്റെ ഇഷ്ടം നടക്കട്ടെ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അതാണ് യാചന അല്ലേ? അതാണ് യാചന. അപ്പോൾ സമർപ്പിച്ചിട്ട് എൻ്റെ ആഗ്രഹത്തെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നിൻ്റെ ഇഷ്ടം പോലെ സ്വീകരിക്കാം. ആ അർത്ഥത്തിൽ വിട്ടുകൊടുക്കാം. അതിന് മാതാവ് ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ അപ്രകാരം എനിക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്ത എത്രയോ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവ ഉൾക്കൊള്ളാനുണ്ട്. കാരണം നിൻ്റെ ഇഷ്ടം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അമ്മ ഇപ്രകാരം ഈ ഈശോയുടെ ഇഷ്ടം തിരിച്ചറിയാൻ സഹായിച്ചതിന് നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സ് ഫ്രീ ആയി, വളരെ സ്വസ്ഥമായി. കാരണം ഇതിനകത്ത് എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കാത്തടത്തേക്ക് എൻ്റെ ഈശോ കൊണ്ടുപോകില്ല. അത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം മാതാവ് ഒത്തിരി സഹായിച്ചിട്ടുണ്ടല്ലേ? മാതാവ് ഇടപെട്ടിട്ടുണ്ട്. സഹായിക്കാൻ ചേർത്തും ഇടപെട്ടിട്ടുണ്ട്. മാതാവ് ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാതാവ് ഇടപെട്ട് വഴി നടത്തിയ എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ചില സ്ഥാനങ്ങൾ, ഞാൻ ആഗ്രഹിച്ച് യാചിച്ച ചില രീതികൾ, പക്ഷെ അവിടേക്കല്ല എന്നെ കൊണ്ടുപോയത്. കാരണം എന്നെ കൊണ്ടുപോയത് ഈശോ വേറെ. എൻ്റെ ആദ്യത്തേക്ക് ഒരു ഏറ്റവും വലിയ ചെറുപ്പത്തിലുള്ള ഏക പ്രാർത്ഥന ഒരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. ഒരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. എത്രയോ പ്രാവശ്യം യാചിച്ചിട്ടുണ്ട് ഒരു ജോലി കിട്ടാനുണ്ട്. കാരണം അന്ന് ഞങ്ങളുടെ ജീവിത സാഹചര്യം, ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിത സാഹചര്യം അനുസരിച്ച് ജോലി കിട്ടാമെന്നുള്ള വീട്ടിൽ ആവശ്യമായിരുന്നു. അത്ര 7 മക്കളുള്ള കുടുംബമല്ല. അപ്പം എത്രയും വേഗം പഠിച്ച് ഡിഗ്രി കഴിഞ്ഞൊരു ജോലി കിട്ടണം. എനിക്ക് ജോലി കിട്ടിയതുണ്ട്, പക്ഷേ ഒരു മാസത്തേക്കുള്ള ജോലി ചെയ്യാൻ തമ്മിൽ അനുവദിച്ചില്ല എന്നുള്ളത്. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ അതല്ല. ഞാൻ വൈദികനാവാൻ ആഗ്രഹിച്ച് 2 വർഷക്കാലം പഠിച്ച ആളാണ്. അതെൻ്റെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴും എന്നെ മനസ്സിലാക്കാൻ ആ ഒരു ആഗ്രഹം പലപ്പോഴും പൊന്തി വരാറുണ്ട്. ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു. കാരണം പിന്നെ ഞാൻ പഠിച്ച ചെങ്ങല കോൺവെൻറ്റ് സ്കൂളിൽ സിസ്റ്റർ സിൽവറീന എന്ന് പറഞ്ഞ സിസ്റ്റർ എന്നെ 4ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അച്ഛനായിട്ടുള്ള രാമയിൽ വേഷം കെട്ടിച്ചൊരു നാടകം കളിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അന്ന് മുതൽ അവിടെ പിന്നെ ആ ചെങ്ങലസ് കോൺവെൻറ്റിലെ നിത്യസഹാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പായി മുട്ടുകുത്തി എന്നെ അച്ഛനാക്കണമെന്ന് പഠിക്കും. 4ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതലേ ഞാൻ എന്നെ അച്ഛനാക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിച്ച അതല്ലായിരുന്നു. അത് എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ തന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. മോനെ, ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്നത് നീ ആ വിളി സ്വീകരിക്കാനല്ല, നിന്നിലൂടെ വേറൊരു വിളിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നിന്നെക്കൊണ്ട് പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറെ വഴിക്കാണ്. ആ വഴിക്ക് തിരിച്ചുവിടുക എന്നുള്ളത് ഒരു ഭൗതിക മേഖലയിൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂട്ടർ വാങ്ങിക്കണം എന്നുള്ളത്. എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എനിക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേറ്റം വന്ന സ്കൂട്ടർ വാങ്ങിക്കണം. പക്ഷേ സ്കൂട്ടർ നേരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. സ്കൂട്ടർ വാങ്ങിപ്പിച്ചിട്ടില്ല, കാറേ വാങ്ങിപ്പിച്ചിട്ടുള്ളത്. കാറുകളെ വാങ്ങിപ്പിച്ചിട്ടുള്ളൂ. കാരണം ദൈവം പറഞ്ഞു, മോനെ നീ സ്കൂട്ടറെല്ലാം ഓടിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു, നീ കാർ ഓടിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇത് ഞാൻ ഒരു കൊച്ചു ഭൗതിക മേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആത്മീയ മേഖലയിലും ഇതുപോലെ വൈദികനായ, അപ്പം ആത്മീയവും ഭൗതികമായ മേഖലകളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് യാചിച്ച് സമർപ്പിച്ചവയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നിറവേറിയിട്ട് ആ ഇഷ്ടത്തിലൂടെ നടക്കാൻ വേദനയോടെയാണെങ്കിലും ഞാനത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ എനിക്ക് മാതാവിൻ്റെ ഇടപെടൽ ഒട്ടേറെ സഹായമായിട്ടുണ്ട്. മാതാവിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതിനകത്ത്. മോനെ, നിനക്ക് ഇപ്പോൾ വേദന തോന്നുമെന്നുണ്ടെങ്കിലും പക്ഷേ നീ അത് തിരിച്ചറിയും. കാരണം നിൻ്റെ ഇഷ്ടത്തിന് നീ ആഗ്രഹിക്കുന്നതിനേക്കായി കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. നിൻ്റെ ഇഷ്ടത്തിന്മേൽ നിൻ്റെ അപ്പൻ്റെ ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയിട്ട് നീ താഴ്മയോടെ തുറവിയോടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തല്ല എൻ്റെ ഉയർച്ച വേണ്ടത്. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് വേണം. ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ഉയർച്ച വന്നാൽ എനിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അത് ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും, പെട്ടെന്ന് പോകും. നേരെ മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്, നിശ്ചയിച്ച സമയത്താണ് ഉയർച്ച എന്നുണ്ടെങ്കിലോ അത് താങ്ങി നിർത്തുക എന്നുള്ള ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാൻ പിടിച്ചു പറിച്ചതല്ല, ദൈവം തന്നതാണ്. ദൈവം തന്നത് ദൈവം നോക്കിക്കൊള്ളും. ആ അർത്ഥത്തിൽ അവയെ സ്വീകരിക്കാനായിട്ട് മാതാവിൻ്റെ ഇടപെടലും മാതാവിൻ്റെ കൈയും മാതാവിൻ്റെ നിലപാടുകളും മാതാവിൻ്റെ സഹായവും എനിക്ക് ഒത്തിരി സഹായമായിട്ടുണ്ട്. സാറേ, ആത്മീയ ജീവിത വഴിയിൽ വലിയൊരു സത്യമാണ് സാറിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ യാചന. എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ജപമാല ചൊല്ലുന്നതും കുറേ അധികം നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല സത്യത്തിൽ മാതാവിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതും മാതാവ് നമുക്ക് സഹായം തരുന്നു എന്ന് സാറ് പറയുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞൊരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ടൂറ് പോകുന്ന അതിനുവേണ്ടി ദിവസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനില്ലാത്തൊരു തിരിച്ചറിവ് ആ ചെറിയ കുഞ്ഞിനുണ്ടായി. അതെന്തുകൊണ്ടാണ്? സത്യത്തിൽ ഉണ്ടാകേണ്ടത് അപ്പനാണല്ലോ.
പക്ഷെ കുഞ്ഞിനാണ് ഈശോയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നു ചോദിച്ചു. അപ്പോൾ ആത്മീയ ജീവിതത്തിലും നമ്മൾ പ്രായത്തിൽ കവിഞ്ഞ ഇത്തരം ആത്മീയ സത്യങ്ങൾ പറയുന്ന ചില ആൾക്കാരെ കണ്ടു. ജ്ഞാനത്തിൻ്റെ വലിയൊരു പ്രവർത്തനം. കാരണം ആ കൊച്ചിന് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ ഇതാ കർത്താവിൻ്റെ ദാസ്യം നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ ഇഷ്ടം ടൂറാണ്, നിൻ്റെ ഇഷ്ടം ഇന്ന് മഴയാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന രീതിയിൽ തുറന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഇത്ര കൊന്ത ചൊല്ലിയാൽ ഇന്ന നിയോഗം വെച്ച്, ഇത്ര ധ്യാനം കൂടിയാൽ ഇന്ന നിയോഗം, നമ്മുടെ വിവാഹം നടക്കും, ജോലി കിട്ടും. അങ്ങനെ അതിൽ തന്നെ തെറ്റെന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല അതിനകത്ത്. പക്ഷേ അതിനകത്ത് എവിടെയെങ്കിലും പിന്നെ നീണ്ടുപോവുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത്. ഞാനൊരു കൊച്ചനുഭവം പറയാം. ഇതുപോലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങളിൽ ഒരു വളരെ പിന്നെ ക്രിട്ടിക്കലായിട്ട് വളരെ വിമർശന ബുദ്ധിയോട് എന്നെ പറയാനുള്ള ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ കാര്യം ഇത്രയൊക്കെ നടന്നിട്ടും എന്താ കാര്യമുണ്ട്? ഞാൻ പറഞ്ഞു, എന്താ കാര്യം ഉണ്ടാകത്തെന്താ, ഇത്രയൊക്കെ ആയില്ലേ, ഇത് ആവുന്ന ഒരാൾ വിചാരിച്ചല്ലോ, ഇത്ര ആയില്ലേ, അത് തന്നെ വലിയ കാര്യം, എനിക്കത് മതി എന്ന് പറഞ്ഞായിരുന്നു. വേറൊരു അനുഭവം പറയാറുണ്ട്. പിന്നെ എന്നോട് റിലേറ്റീവ് ആയിട്ടുള്ള നല്ല പഠിപ്പുള്ള ദീർഘകാല അധ്യാപികയായിരുന്ന ഒരാളാണ്. എൻ്റെ കുര്യൻ ജോസഫ് പിന്നെ എന്താ പറയുക ജഡ്ജിയായി സ്ഥാനവും കിട്ടി, ഇതൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഇത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്? ഇനി എന്തിനു വേണ്ടിയിട്ട് ഇത്രയും ശക്തി? ഇനി ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ജഡ്ജിയാവാൻ പ്രാർത്ഥിച്ചില്ല എന്ന അർത്ഥമില്ല കേട്ടോ. പക്ഷേ ജഡ്ജിയാവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പ്രാർത്ഥന എന്നുള്ള ആ കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നിന്നു എന്ന് പറയാൻ പാടില്ല. ആ സ്ഥാനത്ത് എത്തിയിട്ട് ആ സ്ഥാനത്തെ നിർത്തിക്കൊണ്ട് സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണമുള്ള ജ്ഞാനെന്നറിയാനാണ് പിന്നെ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ആ സ്ഥാനത്ത് കൊണ്ട് നീ എത്തിച്ച തമ്പുരാനെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റില്ല. കാരണം അപ്പോൾ പിന്നെ എൻ്റെ തലയായി. ദൈവമേ, എൻ്റെ തലയല്ല നിൻ്റെ തല എൻ്റെ തലയിൽ പിന്നെ പ്രവർത്തിക്കണം എന്നുള്ള ആ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള താഴ്മയോടെ ഉള്ള ശക്തമായ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരുപക്ഷെ ഓരോരോ സ്ഥാനങ്ങളിൽ എത്താൻ ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആ സ്ഥാനങ്ങളുടെ നിർവഹണത്തിൽ എനിക്ക് വീഴ്ച പറ്റില്ല എന്നും ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ നടത്തുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹണം പൂർണ്ണമായും നിൻ്റെ മഹത്വത്തിനും നീ ആഗ്രഹിക്കുന്ന തരത്തിൽ നിൻ്റെ ദിനത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് ഭവിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ തീവ്രത കൂടുതലായിരുന്നത് സ്ഥാനങ്ങളിൽ എത്തിയതിന് ശേഷം ആ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് സന്തോഷത്തോടും തുറന്നൊരു പറയാൻ സാധിക്കും. അത്രയേറെ ഒരു ബോധ്യമുള്ള ഒരു പ്രാർത്ഥനകളായിരുന്നു അത്. അതുപോലെ തന്നെ ഞാൻ നടത്തുന്ന ഓരോ ജഡ്ജിയായിരുന്ന സമയത്തും വക്കീലായിരുന്ന സമയത്തും ഓരോ കേസിന് വേണ്ടിയിട്ടും ദൈവമേ, എൻ്റെ കഴിവ് കുറവ് കൊണ്ടോ എൻ്റെ ഒരുക്ക് കുറവ് കൊണ്ടോ ദൈവമേ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് യാതൊരു അപജയവുമോ യാതൊരു കുഴപ്പമോ സംഭവിക്കാൻ പാടില്ല. കാരണം നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീതിപൂർവം കാര്യങ്ങളെ നോക്കിക്കാണാനും നീതിപൂർവ്വം തീരുമാനമെടുക്കാനായിട്ടും നിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ എടുത്തവനാണ് ഞാൻ. അതുകൊണ്ട് നീതിപൂർവ്വം ഇതിനകത്തിരിക്കുന്ന സത്യം കണ്ടെത്താനായിട്ട് ഞാൻ പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വീഴ്ച വരുത്തിയാൽ ഞാൻ നിന്നോട് ചെയ്യുന്ന തെറ്റും നിൻ്റെ സഹോദരങ്ങളോട് ഞാൻ ചെയ്യുന്ന പാപവുമാണ് എന്ന് ഞാൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാനുഷികമായ ഒരു കുറവ് എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവിൻ്റെ പേരിൽ നീ എന്നെ വിധിക്കാതെയും നിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ നീതിക്ക് ഒരു തടസ്സം വരുത്താതെയും നീ നോക്കിക്കൊള്ളണം. അധിക ബലം തന്ന്, അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്, അധിക ബലം. ചില സമയങ്ങളിൽ നമുക്ക് ഒരുങ്ങാനോ പ്രായോഗികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ അസ്വസ്ഥതയോടെ വന്നു കഴിഞ്ഞാൽ ദൈവമേ ഇന്ന് നീ എനിക്ക് അധിക ബലം തരണം. സാധാരണ ബലം കിട്ടിയേ പോരാ, അധിക ബലം തന്ന് നീ ഇന്ന് എന്നെ വഴി നടത്തണം എന്ന് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് തിരിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ദൈവമേ ഇനി ഞാനല്ല നീയാണ്. പൗലോസ്ലീഹ പറഞ്ഞാൽ ഞാനല്ല ക്രിസ്തു ആണെങ്കിൽ ജീവിക്കുന്നു പറഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ നിയോഗത്തിലും ദൈവമേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകണം, ഞാൻ ഇവിടെ കയറിയിരിക്കാൻ പോകുന്നു, ഇനി ഞാനല്ല നീ വഴി നടത്തിക്കൊള്ളണം, നീ എനിക്ക് തുറവി തന്നുകൊള്ളണം, നീ എനിക്ക് ജ്ഞാനം നിറച്ചുകൊള്ളണം, നീ എനിക്ക് വേണ്ടപ്പോൾ വേണ്ടതുപോലെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് എന്നെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല, നമ്മളെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ ബോണി ഒരു കാര്യം ഏൽപ്പിച്ചുകൊണ്ട് ഇനി ബോണി നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ പറ്റില്ല. അത് പിന്നെ കുര്യൻ ജോസഫ് പറഞ്ഞു അല്ല, ഞാൻ ബോണി ഏൽപ്പിക്കുന്നതുകൊണ്ടാണ്, ഞാൻ ബോണിയിൽ വിശ്വാസമുള്ളതുകൊണ്ടും ബോണി അത് നന്നായി നിർവഹിക്കുന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ബോണിയുടെ കടമയാണ്.
അതുപോലെ ഈശോയുടെ ഒരു കടമയാണ് മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു സമർപ്പണം അങ്ങ് നടത്തി കഴിഞ്ഞാൽ. കാരണം അത് തെളിയിച്ച ആളാണ് മാതാവ്. അവിടെയാണ് എൻ്റെ സാക്ഷി. മാതാവിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഈശോയോട് പറയണത്, ഇത് ഇനി നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വിട്ടു തന്ന എൻ്റെ അമ്മയുടെ, ഞങ്ങൾക്കായി തന്ന നിൻ്റെയും എൻ്റെയും അമ്മയായിട്ടുള്ള അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് പറയണത്, ഇനി എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, പക്ഷെ നിൻ്റെ ഇഷ്ടം നിൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കായിട്ട് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിലൂടെ നടക്കാൻ പാകത്തിന് നീ എനിക്ക് ബലവും അധിക ബലവും ആവശ്യമുള്ളിടത്ത് അത് തന്ന് എന്നെ വഴി നടത്തിക്കൊള്ളണം എന്നുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് എപ്പോഴും യാചന മാത്രമായിട്ട് ഒരിക്കലും കാണരുത്. ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു കൊടുത്തതായിരുന്നു, ഇനി പിന്നെ ഇത്രയൊക്കെ ആയി, മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളായി, ഇത്രയും സ്ഥാനത്ത് എത്തി, ഇനി എന്തിനാ പ്രാർത്ഥിക്കണം? ഒരിക്കലും നമുക്ക് പ്രാർത്ഥന എന്നുള്ളത് ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നല്ല. നമുക്ക് ആയിരിക്കുന്ന സമയങ്ങളിലും ആയിരിക്കുന്ന അവസ്ഥകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തെ മാറ്റപ്പെടുത്താനും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അവയെ വിനിയോഗിക്കാൻ തക്കവണ്ണമുള്ള താഴ്മയും തുറവിയും വിശുദ്ധിയും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവ അനുഭവമാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്രാർത്ഥന. അതുപോലെ പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവാനുഗ്രഹം കിട്ടിയിട്ടില്ല, ഞാൻ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ അവരോട് പറയാറുള്ള ഒരു മറുപടി ഇത് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ, ദൈവത്തെ അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടില്ല. ദൈവ അനുഭവം ഉണ്ടാവാതെ ദൈവ അനുഗ്രഹം ഉണ്ടാവില്ല. ദൈവത്തെ അനുഭവിക്കണത് എങ്ങനെയാണ്? ദൈവത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരുന്നു കൊടുക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം, ദൈവത്തോടൊപ്പമായിരിക്കണം. അപ്പം ഞാൻ ആ ദൈവത്തെ അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. അപ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ അതിൽ തടസ്സമായിട്ട് എന്താ ഉള്ളത്? ദൈവത്തെ അനുഭവിക്കാൻ തക്കവണ്ണം ഇതുകൊണ്ടാണ് ഹൃദയ വിശുദ്ധിയുള്ള ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞത്. ഹൃദയത്തിൽ വിശുദ്ധിക്ക് പകരം എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഉള്ളപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം കിട്ടില്ല. കാരണം ദൈവത്തെ അനുഭവിക്കാൻ തടസ്സമായ എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്, ആസക്തികളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, വഞ്ചനയുണ്ട്, പിന്നെ ചതിയുണ്ട്, കളവുണ്ട്, കൃത്രിമമുണ്ട്, കാപട്യമുണ്ട്, അഹങ്കാരമുണ്ട്, തൻപോരിമയുണ്ട്, വാശിയുണ്ട്, അസൂയുണ്ട്. ഇതുള്ളിടത്തൊന്നും ദൈവത്തിന് ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാം എനിക്ക് ദൈവത്തെ അനുഭവിക്കുന്നതിൽ നിന്നും എന്നെ പിന്നെ അകറ്റിക്കളയുന്ന, തടസ്സം നിൽക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. അവയെ ഞാൻ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും ഞാൻ മുക്തമാവണം. അതുകൊണ്ടാണ് ഹൃദയത്തെ മാലിന്യമുക്തമാക്കണമെന്ന്. അപ്പം നമ്മളൊരു പരിസരം വീട് അടിച്ചു വാരി വൃത്തിയാക്കുക, ഒരു അതിഥി വരുമ്പോൾ വീട് അടിച്ചു വാരി വൃത്തിയാക്കാൻ തോന്നും. അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായിട്ടുള്ള എൻ്റെ ദൈവത്തിൻ്റെ ആലയമായിട്ടുള്ള എൻ്റെ ഹൃദയം ഇപ്രകാരം അടിച്ചുവാരി തൂത്തുവാരി വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞ് എൻ്റെ ഹൃദയത്തെ വെടിപ്പും വെണ്മയുള്ളതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കാതെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ദൈവത്തെ അനുഭവിക്കാതെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ തക്കവണ്ണമുള്ള തീർത്ഥാടനങ്ങൾ നടത്തിയതുകൊണ്ടോ ഒട്ടേറെ പരിഹാരമല്ല ഒട്ടേറെ പിന്നെ ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ദൈവത്തെ നമുക്ക് ആദ്യമേ അനുഭവിക്കാൻ തക്കവണ്ണമുള്ള തുറവി ഉണ്ടാവണം, ആ വിശുദ്ധി ഉണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ തന്നെ ഉറവിടമായിട്ടുള്ള വിശുദ്ധി തന്നെയായിട്ടുള്ള പരിശുദ്ധ അമ്മയെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്ന് പറയാൻ കാരണം. അത്രമാത്രം വിശുദ്ധിയാണ്, പരിശുദ്ധമാണ്. അമ്മയുടെ ചിന്തയിലോ ബുദ്ധിയിലോ വിചാരത്തിലോ വികാരത്തിലോ പ്രവൃത്തികളിലോ ഒന്നിലും ദൈവത്തിന് നിരക്കാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ദൈവത്തിൻ്റെ മുമ്പായ പരിശുദ്ധമായ ചിന്തകളോടെ നിന്ന് പരിശുദ്ധമായ രീതികളോട് ജീവിച്ച ആ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ അനുഭവിക്കാൻ ആദ്യം ആഗ്രഹിക്കുക. ആ ദൈവത്തെ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥനയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സുഖം എന്ന് പറയുന്നത്. ശരിക്കും ഈ ആദ്യം ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തൊരു ആഗ്രഹം വേണ്ടേ? ഇങ്ങനെ ആഗ്രഹിച്ചിട്ടും ഇത് കിട്ടിയില്ല, ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ധാരാളം പേർ. ഞാനും പലപ്പോഴും ഒരു കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പരാതി പറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും. ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ഈ അനുഭവം ഉണ്ടാകും എന്നോട് ഇതിനൊരു പ്രത്യേക ഒരു മറുപടി പറയാനുള്ളത് നമ്മുടെ കഞ്ചിക്കോട്ടെ എൻ്റെ ആത്മീയ സഹോദരി റാണി പറഞ്ഞു തന്നെയാണ്. നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെ നമ്മൾ തീക്കൊള്ളി എടുത്ത് കൈപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ആ അനുഭവം ഉണ്ടായിക്കൊള്ളും, അവിടെ ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്പീഡിലോ ആഗ്രഹിക്കുന്ന സമയത്തോ ആഗ്രഹിക്കുന്ന അളവിലോ നമുക്കത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്രകാരം വാശി പിടിക്കുമ്പോഴാണ് എനിക്കൊന്നും തോന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കൊടുക്കുക. തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചോളൂ. ആ തക്ക സമയം ഏതാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചാൽ പോരാ, ഞാനത് വിട്ടുകൊടുക്കണം. അവിടെയാണ് ദൈവം അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നത്. തക്ക സമയത്ത് ദൈവം ഇടപെടും. ദൈവം ഇടപെട്ടിട്ടുണ്ട്. കാരണം
അങ്ങനെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ ഈ എളിയ മകൻ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നും ദൈവത്തിന് സർവ്വവും സാധ്യമാണെന്നും ദൈവം എന്നെ കൈവിടില്ല എന്നും ഈ 3 കാര്യങ്ങൾ എന്നും ഏറ്റുപറഞ്ഞ് അവകാശത്തോടെ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ പോലും എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല. എവിടെയെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവമേ അത് നിൻ്റെ ഇഷ്ടമല്ല, കാരണം എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കാത്ത ഒന്ന് നീ എനിക്ക് തരില്ല, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ അത് നടക്കട്ടെ, നിനക്ക് നന്ദി പറയുന്നു, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഐ എം ഹാപ്പി എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു തുറവിയും ഒരു വിശുദ്ധിയും ഒരു സ്നേഹവും തമ്പുരാനോട് എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുക. തക്ക സമയത്ത് തമ്പുരാൻ ഉയർത്തിക്കൊള്ളും. പ്രിയമുള്ളവരെ, തീയുടെ അടുത്ത് വെറുതെ ഇരുന്നാൽ മതി, താനേ ചൂട് പിടിച്ചോളും. സാർ പറയുകയായിരുന്നു, ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് കൊടുക്കുക, ദൈവാനുഭവം താനേ വന്നു ചേർന്നുകൊള്ളും. ദൈവാനുഭവം വരുമ്പോൾ ദൈവാനുഗ്രഹവും സ്വന്തമാക്കാൻ പറ്റും. Praise the Lord. സാറേ, ഇത്രയും നേരം ഞങ്ങളോട് ഷെയർ ചെയ്ത സാറിൻ്റെ വലിയ മനസ്സിന് നന്ദി. താങ്ക് യു.